ഷെയ്ബ കിച്ചണിലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഉഴുന്ന് വടൻ്റെ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ എല്ലാവരും ഉഴുന്ന് വട ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചെറിയൊരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഉഴുന്ന് വട ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഉഴുന്നെടുത്തിട്ടുണ്ട്. 2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഉഴുന്നെടുക്കണം. പിന്നെ നമ്മളിതാ 2-3 മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നത് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കുന്നൊക്കെ ജാറില്ല, ഈ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചിട്ട് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരിഞ്ഞു കിട്ടുന്ന ആ വെള്ളം മാത്രം മതി. അപ്പോൾ ഞാനിതാ ഫസ്റ്റത്തെ ട്രിപ്പ് അരച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2-3 ട്രിപ്പ് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. നല്ലോണം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അധികം സവാള കൂടി പോകണ്ട. പൊരിക്കുന്ന സമയത്ത് നമുക്കിതാ ഈ സവാള കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞതുപോലെ ഉണ്ടാവും വട. അപ്പോൾ നമ്മളിതാ ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചേരുവാണ്. അപ്പം ഇതാ 2 ടേബിൾ സ്പൂണ് നമ്മളിതാ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കുക. ഈ കടലമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും വട. ഇതെനിക്ക് ഹോട്ടലിൽ നടത്തുന്ന ഒരു ചേട്ടൻ പറഞ്ഞു തന്നതാണ്. അവരോട് ഞാൻ ചോദിച്ചതാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വട എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 ടേബിൾ സ്പൂണ് നിങ്ങൾ കടലമാവ് ചേർത്ത് കൊടുത്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കി. ഇതുപോലെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളൊന്ന് ടൈറ്റാക്കി ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉഴുന്നൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉഴുന്നിൻ്റെ കൂട്ടൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഇതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്നിയും കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സിയുടെ ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. പൊടിക്കുന്ന ജാറില്ല, അതെടുക്കാം. അതിലേക്ക് ഞാനിതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിരവിയെടുക്കുന്ന മടി കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചട്നിക്ക്. അപ്പോൾ കശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതാ ഒരു 1/2 സവാള ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ അരിഞ്ഞു പോവാതെ നമുക്കൊന്നിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നിയും കൂടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ലൂസാക്കി കൊടുക്കുക. കാരണം നമുക്കിതിപ്പോൾ വടക്ക് എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് ആ ഒരു പാകത്തിന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊക്കെ ലൂസാക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് താളിച്ചിട്ട് കൊടുത്താൽ മതി. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് സ്റ്റൗവിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി വെച്ച് കൊടുത്തു. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെക്കാം. അപ്പോൾ എണ്ണ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം മാവെടുത്ത് അതിലേക്ക് തന്നെ നമുക്കൊരു ഓൾസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിരലൊന്ന് മുക്കി കൊടുക്കുക വെള്ളത്തിൽ. എന്നിട്ടൊന്ന് ഒരു ഓളം ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കയ്യിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ അങ്ങ് എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. വെള്ളം കൈ ഒന്ന് മുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിതാ ചൂടുള്ള എണ്ണയിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയത്തിലാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളു വേവത്തില്ല. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഈ ഒരു വട ഉണ്ടാവാൻ. നമ്മൾ കടലമാവ് കൂട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പുറമാകെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് പറയണം. ഇങ്ങനെ വട ഉണ്ടാക്കിയിട്ട് എങ്ങനെ ടേസ്റ്റ് എങ്ങനെയെന്നൊക്കെ പറയണേ. അപ്പം ഞാനിതാ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടണം. കുറച്ച് സമയം എടുക്കും എന്തായാലും. ഈ ഒരു വട പൊരിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് എണ്ണ ചൂടാവണം. പിന്നെ നമ്മൾ എണ്ണ കൂടുതലൊരു മീഡിയത്തിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. Tall buildings as the chemicals they take us